ശരിക്കും പറഞ്ഞാൽ ഇവര് പറശ്ശിനിക്കടവിലല്ല കേട്ടോ പോയി വീഡിയോ എടുത്തിട്ടുള്ളത്. ആരോ ഇവരെ ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചു. അവരവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളാട്ട് നടന്നതിൻ്റെ ഒരു മുത്തപ്പൻ തെയ്യത്തിനെയാണ്, നിങ്ങൾക്കറിയാലോ വടക്കൻ ജില്ലകളിലേക്കൊക്കെ തെയ്യാണ്. അപ്പം ആ ഒരു വീട്ടിൽ നടന്ന ഒരു തെയ്യത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളാട്ടിൻ്റെ ഒരു ചടങ്ങിലാണ് അവർ ആ മുത്തപ്പൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ പറശ്ശിനി മടപ്പുരയിൽ പോയിട്ടാണ് അവിടുത്തെ മുത്തപ്പൻ്റെ അരുളപ്പാടാണ് പകർത്തിയത് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നതും അവർ പറയുന്നതും മടപ്പുരയിൽ പോയി എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ മടപ്പുരയിലെ വീഡിയോ അല്ല അവരെടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് പ്രൈവറ്റ് ആയിട്ട് ഒരാളുടെ വീട്ടിലെ ഫംഗ്ഷന് നടന്ന ഒരു പരിപാടിയുടെ ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് അവർ വീഡിയോ ആയിട്ട് എടുത്ത് ഇങ്ങനെ ഹിന്ദുക്കളെയൊക്കെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അത് തന്നെയാണല്ലോ അവരുടെ പണി. പറശ്ശിനിക്കടവിൽ അവർ പോയി എന്ന് പറയുന്നു, പക്ഷെ പറശ്ശിനിക്കടവിൽ പോയ യാതൊരു വീഡിയോയും അവർ ഇട്ടിട്ടില്ല. പകരം ഈ ഒരാളുടെ ഹൗസ് വാമിങ്ങിന് പോയിട്ടുള്ള വീഡിയോ ആണ് അവരവിടെ ഇട്ടിരിക്കുന്നത്. എനിവേ എന്ത് തന്നെയായാലും ഹിന്ദുക്കൾ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുള്ള ആളുകളാണ് ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കളെയാണ് പ്രകോപിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വിശ്വാസികൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചതിൽ ഒരാൾ തന്നെയാണ് ആ കമൻ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള ഒരു സ്ത്രീ വന്നിട്ട്, നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മൾ അമ്പലങ്ങളിൽ പോയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇതുപോലത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ അമ്പലങ്ങളെ നമ്മൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അമ്പലങ്ങളിൽ പോകുന്നത് അവനവൻ്റെ മനഃശാന്തിക്കും കാര്യങ്ങൾക്കും വഴിപാടുകൾക്കും എല്ലാം അവനവൻ്റെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഒരു മുസ്ലിം വനിത അമ്പലത്തിൽ പോകുമ്പോൾ അപ്പോൾ അവൾക്ക് ഭാഗ്യം വരുന്നു എന്ന രീതിയിലാണ് ഇവിടെ ഹിന്ദു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തുന്നത്. ഹിന്ദു ജനങ്ങളെ പെടുത്തുവാണ്. ഒരു മുസ്ലിം വനിതയാണ്, അവർക്ക് ദൈവമുണ്ട്, അവർക്ക് അവിടെ പ്രാർത്ഥിക്കുക, അവർക്കിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്യുക, അതൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് കാണിക്കാം. പക്ഷെ അവരതൊന്നും കാണിക്കാണ്ട് ഈ ഹിന്ദു ദൈവങ്ങളെ, ഹിന്ദു മതത്തെ, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തിന് ഹിന്ദുക്കളെ ഇങ്ങനെ വ്രണപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഗുരുവായൂർ അമ്പലവും ഗുരുവായൂർ കൃഷ്ണനെയും വെച്ചിട്ട് കൈവെട്ടും കാൽവെട്ടും എന്നുള്ള അട്ടഹാസം ഒക്കെ നമ്മൾ കേട്ടതാണ്. ഞാൻ ഈ ഒരു മുത്തപ്പൻ്റെ വീഡിയോ, അത് നമ്മുടെ പറശ്ശിനിക്കടവിൽ നടന്ന സംഭവം അല്ല, ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു വീട്ടിൽ നടന്നിട്ടുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി അടുത്ത കോലാഹലം എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചപ്പോൾ സെയിം സാധനം, മുത്തപ്പൻ്റെ പേര് വെച്ചിട്ട് മുത്തപ്പൻ്റെ അണ്ടി. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദുക്കളാണെങ്കിൽ ബോധമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ മുത്തപ്പനെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അണ്ടിക്ക് വിളിച്ചിട്ട് വലിച്ചു കീറുന്ന ഒരു സംഭവം ഈ സ്ത്രീ ചെയ്തത് കൊണ്ടല്ലേ? ഒരു കമൻറ്റ് വന്നു എന്ന് കരുതി നമ്മുടെ മുത്തപ്പനെയാണ് അവിടെ അപഹാസ്യപ്പെടുത്തുന്നത്. ഗുരുവായൂർ തന്ത്രി അപഹാസ്യപ്പെട്ടതുപോലെ വടക്കൻ കേരളത്തിലെ ആൾദൈവങ്ങളായ മുത്തപ്പന്മാരെയാണ് ഈ സ്ത്രീ ആക്ഷേപിക്കുന്നത്, അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഹിന്ദു ജനങ്ങളുടെ മതവികാരത്തെ എന്തിനാണ് ഇങ്ങനെ വ്രണപ്പെടുത്തുന്നത്? അയാളൊരു ഭക്തനാണ്, അയാളൊരു വിശ്വാസിയാണെന്ന് അയാളുടെ ആ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം. അയാൾ അത്രയേറെ എഴുതണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടത് ഒരു മുസ്ലിമോ വേറൊരാളും അല്ല, ഒരു ഹിന്ദുവാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം അത്രത്തോളം നമ്മുടെ മതത്തെ അവഹേളിച്ചത് കൊണ്ട് ഒരു ഹിന്ദുവിന് സഹിക്കാൻ പറ്റാനിട്ട് ആണ് ഇങ്ങനെ ഒരു വാക്ക് അയാൾ അവിടെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ മതത്തിനെ വച്ചിട്ട്, നമ്മുടെ ദൈവങ്ങളെ വച്ചിട്ട് അമ്മാനാടി ഒരു സ്ത്രീ കളിക്കുമ്പോൾ, അത് മഞ്ഞ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ കളിക്കുമ്പോൾ നമ്മളൊക്കെ വെറുതെ ചൊറിയും കുത്തി കിഴങ്ങന്മാരായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ. അതിൽ മനം നൊന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരാളും ഒരിക്കലും അങ്ങനത്തെ ഒരു കമൻ്റ് ഇടാൻ വഴിയില്ല. കൃത്യമായിട്ട് അയാൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കമൻ്റ് ഇട്ടപ്പോൾ
ചിലപ്പോൾ ഒരു 10 പേരെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു വാചകം വന്നിട്ട് മുത്തപ്പൻ്റെ അണ്ടി, ഞാൻ ഇപ്പം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സംഭവം മുത്തപ്പൻ്റെ അണ്ടി എന്ന് പറയുന്നത് എത്ര ലക്ഷം ആൾക്കാർ കേട്ടൊരു സംഭവമാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ ഹിന്ദു മതങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളായിട്ടുള്ള വേഷം കെട്ടി ആടുന്ന ഈ മുത്തപ്പന്മാരുടെ വേഷം കെട്ടുന്ന ഈ ആളുകളെയൊക്കെ ഇങ്ങനെ പോയിട്ട് അപമാനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ അണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തപ്പൻ്റെ അണ്ടി, ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും അമ്പലങ്ങളിൽ ഇന്നേ വരെ മുത്തപ്പനെ അവഹേളിച്ച ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ തെയ്യത്തിൻ്റെ വീഡിയോ വരുന്നുണ്ട്, ഇഷ്ടംപോലെ മുത്തപ്പന്മാർക്കിടെ വീഡിയോ ആളുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മുത്തപ്പൻ ആദ്യമായിട്ട് അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിനാണ് ഇതുപോലെ ഈ ഹിന്ദു ജനങ്ങളുടെ മതവികാരത്തെ ഇങ്ങനെ തോണ്ടി വ്രണപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് സഹിക്കാൻ പറ്റാണ്ട് അയാൾ ഒരു ഹിന്ദു ആണ് കമൻ്റ് ഇട്ടത്. ആ ഹിന്ദു ഒരു കമൻ്റ് ഇട്ടപ്പോൾ അയാൾക്ക് ഇതൊരു വൃത്തികേട്, ഒരു ആഭാസത്തരമായിട്ട് തോന്നി. അയാൾക്ക് സഹിക്കാൻ പറ്റാണ്ട് അയാൾ കമൻ്റ് ഇട്ടു. കാരണം അയാൾ പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ മുത്തപ്പൻ്റെ എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എൻ്റെ മുത്തപ്പൻ്റെ എന്നൊരു ഹിന്ദു അവിടെ പറയുമ്പോൾ ഈ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ഒരു സംഭവം ഇതാദ്യമായിട്ടല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഇതുവരെ ഒരു മുത്തപ്പൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? ഗുരുവായൂർ തന്ത്രിയുടെ ഇപ്പോഴത്തെ വില നിങ്ങൾക്കറിയോ? ഇവർക്ക് കേസ് കൊടുക്കാമായിരുന്നു, പക്ഷെ ഇവർ കേസ് കൊടുത്തിട്ടില്ല. പക്ഷെ പകരം 10 പേര് അറിയേണ്ട ഒരു കാര്യം ലക്ഷക്കണക്കിന് ജനങ്ങളെ വിളിച്ചറിയിപ്പിച്ച് മുത്തപ്പൻ്റെ അമ്പലങ്ങളെ അപമാനിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു ഈ വീഡിയോ. ആ മുത്തപ്പൻ്റെ വേഷം കെട്ടി ആടിയ ആളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അയാളെ ഇവരുടെ വീഡിയോയിൽ തുറന്ന് കാണിച്ചു. അയാൾ ശരിക്കും അപമാനിക്കപ്പെട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളല്ലേ അപമാനിക്കപ്പെട്ടത്? ഒരു ഹിന്ദു എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഈ പറയുന്ന ഹിന്ദു ആയ ഒരു സ്ത്രീയുടെ ഇത്തരം പ്രവർത്തികൾ ഇങ്ങനെ മതങ്ങളെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഹിന്ദു മതത്തിനെ തോണ്ടിയുള്ള ഈ കളി എല്ലാവർക്കും ഇഷ്ടപ്പെടൂല. നമ്മളൊക്കെ യഥാർത്ഥ ദൈവവിശ്വാസികളാണെങ്കിൽ, ദൈവവിശ്വാസികൾക്ക് മാത്രമുള്ള കാര്യമുണ്ട് ഞാൻ പറയണത്. അല്ലാത്ത വിശ്വാസികളും വിശ്വാസി അല്ലാത്ത ഹിന്ദുക്കൾക്കും ഒക്കെ ചിലപ്പോൾ ഇവിടെ താങ്ങാൻ ആളുണ്ടാവും, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. പക്ഷെ യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ ദഹിക്കുന്ന ഒരു കാര്യമല്ല. ഇത് മാത്രാണോ? ഇത് മാത്രാണോ? ഇപ്പൊ എനിക്ക് 100 ആള് 100-150 ആള് എനിക്ക് കമന്റ് എടുത്തു. ഞാൻ ഒരേക്കൊക്കെ പോയി ചോദിച്ചോക്ക് എന്താണെന്നൊന്നും പറയാനില്ലേ. ഇതുപോലെ പല ഇവള് ചെയ്യുന്ന പ്രവൃത്തികൾ അയാൾ പറയുന്നു. അപ്പൊ ഇവള് തിരിച്ചു ചോദിക്കുന്നത് നിനക്കെന്താടാ പ്രശ്നം, ഞാൻ ഇങ്ങനെ ചെയ്താൽ നിനക്കെന്താടാ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവൾ അവിടെ ചെയ്യും എന്നാണ് പറയണത്. അവള് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഇയാൾ അവിടെ വിവരിക്കുന്നത്. ചെകിള നോക്കി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പരിപാടിയേ ഉള്ളൂ. പിന്നെ ഒരാളുടെ അടുത്ത് ഇതുപോലെ പോവില്ല. മുത്തപ്പനായിട്ട് വേഷം കിട്ടുന്ന ഒരാളുടെ വീഡിയോ വരെ ഇവരുടെ ചാനലിൽ വന്നു. അയാളുടെ ഫേസ് എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് അയാളെ അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പം ഇവർ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവരിത് എങ്ങനെ ആക്കും എന്നറിയാനായിട്ട് കാത്തിരിക്കായിരുന്നു. അത് കറക്റ്റായിട്ട് വന്നു. കാരണം ഈ ഒരു കമൻ്റ് എടുത്തു വെച്ചിട്ട് അവർ അതിന് റിയാക്റ്റ് ചെയ്യുന്ന പോലെ
കാണിച്ചു മുത്തപ്പനെ അപമാനിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന വൃത്തികേടുകൾ കൊണ്ടിട്ട് ഇനി നീ മുത്തപ്പൻ്റെ അണ്ടിമ തൂങ്ങണ്ട എന്നാണ് അയാൾ കമൻ്റ് ഇട്ടത്. അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുത്തപ്പൻ്റെ അടുത്ത് കളിക്കാൻ നീ പോകണ്ട, നിനക്ക് അതിന് പോകേണ്ട കാര്യമില്ല എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. കാരണം അവർക്ക് അത്രയേറെ വിശ്വാസികളും മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തപ്പൻ എന്ന് അയാൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുത്തപ്പൻ്റെ അടുത്തിട്ട് ഇവളൊക്കെ പോയി കളിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാനാണ് വിശ്വാസി, ഞാനൊരു മുസ്ലിം സ്ത്രീ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭാഗ്യം കിട്ടി, ഇവൾ ആദ്യം പറയുന്ന കാര്യമാണ്. ഫസ്റ്റ് പറശ്ശിനി മടപ്പുരയിലും കൂടിയിട്ടല്ല പോയേക്കണത്. ഏതോ ഒരു വീട്ടിൽ അവിടുത്തെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വെള്ളാട്ട് നടക്കുന്ന അല്ലെങ്കിൽ തെയ്യം കോലം കെട്ടി ആടുന്ന ആളെ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് എന്തോ വലിയ ഭാഗ്യം കിട്ടി എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവള് സംസാരിപ്പിക്കുന്നത്. അവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മളാരും മുത്തപ്പനെ കാണാത്തവരല്ലല്ലോ, നമ്മളാരും മുത്തപ്പൻ്റെ അടുത്ത് പോവാത്തവരല്ലല്ലോ. നമുക്കൊന്നും കിട്ടാത്ത ഭാഗ്യം ഇവള് ചെല്ലുമ്പോൾ ഇവക്ക് കിട്ടുക. എങ്ങനെ? നിങ്ങളൊന്ന് ആലോചിക്ക്. ആ മുത്തപ്പൻ്റെ കോലം കെട്ടിയ മനുഷ്യൻ എത്രത്തോളം അപമാനിക്കപ്പെട്ടു. മുത്തപ്പൻ്റെ അണ്ടി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീനെ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? എത്ര വൃത്തികേടാണ് ഇവർ വിളിച്ചു പറയുന്നത്. ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത് എടുത്തു വെച്ചിട്ട് തിരിച്ചു പറയേണ്ട വന്നത്. അപ്പൊ അത്രത്തോളം ആ മുത്തപ്പൻ്റെ കോലം കെട്ടിയ ആള് അപമാനിക്കപ്പെട്ടു. എൻ്റെ കുത്തകയല്ല മുത്തപ്പൻ എന്ന് പറയുന്നത്. അതെങ്ങനെ ഇവൾക്ക് പറയാൻ സാധിക്കും? എൻ്റെ മുത്തപ്പൻ എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഇവള് പറയാണ് നിന്റെ കുത്തകയല്ല. പിന്നെ ആരുടെ കുത്തകയാണ്? അയാളൊരു ഹിന്ദുവാണ്, അയാളൊരു വിശ്വാസിയാണ്, അയാൾ മലയ്ക്ക് മാലയിട്ടിരിക്കുന്ന ആളാണ്. ഇവളുടെ കൂത്ത് ചില വിശ്വാസികൾക്ക് പറ്റൂല. യഥാർത്ഥ വിശ്വാസികൾക്ക്, ഹിന്ദു തലമുതിർന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തരം കൂത്താണ് നടത്തുന്നത്. അപ്പം അത്രയും ഹിന്ദു വിശ്വാസിയായ ഒരാൾക്കുടെ വിശ്വാസത്തെയാണ് അവൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യാൻ ഇവളാരാ? ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ ഇനി വേണ്ട, ഇനി ഓരോരോ കാര്യം പറയും, ഓരോരോ കാര്യം ചെയ്യും. നീ എനിക്ക് എത്ര ആൾക്കാരെ കമന്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത്, അപ്പൊ അതിനെപ്പറ്റി വർത്താനം കാര്യങ്ങളൊന്നും പറയാൻ കാര്യം ഒരു കാര്യം അതിനെപ്പറ്റി പറയാൻ വീണ്ടും വീണ്ടും പറയാണ്. 10 പേര് കേൾക്കേണ്ട കാര്യം വീഡിയോ എടുത്തിട്ട് മുത്തപ്പൻ്റെ കോലം കെട്ടിയ ആൾക്കല്ലേ ഇതിൻ്റെ ക്ഷീണം വരുന്നത്. അയാളുടെ ഫേസ് എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇവളുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മത്സരിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക. നാളെ നിങ്ങൾക്കുള്ള പണി ഏത് രൂപത്തിലും വരാമെന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. ഹിന്ദുവിനെയും ഹിന്ദുക്കളുടെ ദൈവങ്ങളെയും വെച്ച് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ അടങ്ങിയിരിക്കൂല എന്നുള്ളൊരു കാര്യം കൂടി നീ മറക്കാണ്ടിരിക്കുക.